500 പൗണ്ട്സ് ഗൈഡഡ് ബോംബ്സ്. ഇത് അമേരിക്ക ഇസ്രായേൽ നൽകാൻ പോകുന്ന ഷിപ്മെന്റ്. ഒഫൻസീവ് ഓപ്പറേഷൻ ആവശ്യമായ ആയുധങ്ങൾ ഞങ്ങൾ ഇസ്രായേലിന് ഇനി നൽകില്ല. പ്രധാനമായും ഈ 500 പൗണ്ട് 2000 പൗണ്ട്സ് ഉള്ള ഏത് കാറ്റഗറിയിലുള്ള ഗൈഡഡ് ബോംബുകളും ഞങ്ങൾ ഇസ്രായേലിന് നൽകില്ല എന്ന് കഴിഞ്ഞ മെയ് മാസം ഒരു അറിയിപ്പ് ജോ ബൈഡന്റെ ഗവൺമെന്റ് പുറത്തുവിട്ടു. ലോകമെമ്പാടും ഇതിന് മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത്. കാരണം ഈ ആയുധങ്ങളെ കൊണ്ട് ഇത്രയേറെ നാശം വരുത്താൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കും. സാധാരണ ഒരു ബോംബല്ലേ, ഇത് വീണാൽ എത്രത്തോളം കേടുവരുത്താൻ സാധിക്കുമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ചിന്ത വന്നിട്ടുണ്ടാകും. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം വളരെ മോശമായ ഫലങ്ങൾ ജനങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങളിൽ ഈ ബോംബുകളെ കൊണ്ട് നൽകാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും ദിവസം ഇത്രയും നാശം ഇസ്രായേൽ ഈ ഗാസ ഭാഗങ്ങളിൽ നൽകിക്കൊണ്ടിരുന്നത്. അതേ രീതിയിലുള്ള മോശമായ ആയുധങ്ങൾ വീണ്ടും നൽകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിന് കിട്ടുന്ന വലിയൊരു സഹായമാണത്. അതേസമയം ഇസ്രായേലിന് എതിരെയുള്ള ഒരു സംഘടനകളുടെ എതിർപ്പുകൾക്കും ഈ അറിയിപ്പ് കാരണമായി. മാത്രമല്ല ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണത്തിൽ ഇന്നലെ ഇസ്രായേലിന്റെ ഒരു സൈനികന് വളരെ മാരകമായ പരിക്ക് സംഭവിച്ചുവെന്ന് IDF ഔദ്യോഗികമായ ഒരു അറിയിപ്പ് കൊടുത്തു. നോർത്തേൺ ബോർഡറിൽ ഞങ്ങളുടെ കൂടുതൽ ട്രൂപ്പ് ഡെപ്ലോയ്മെന്റ്സ് ഉണ്ടാകുമെന്നും ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് 500, 2000 പൗണ്ട്സ് ബോംബുകളെ കുറിച്ചാണ്. ഇവ രണ്ടിനും എന്താണ് വ്യത്യാസം? ഇവയെ കൊണ്ട് എത്ര നാശം സൃഷ്ടിക്കാൻ സാധിക്കും? പൊതുവെ ഇങ്ങനെയുള്ള ആയുധങ്ങൾ എവിടെ ഉപയോഗിക്കും എന്നുള്ളതെല്ലാം ആദ്യം നമ്മൾ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ ഈ ആയുധത്തിന്റെ നശീകരണ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ 500 പൗണ്ട് ബോംബിൽ തന്നെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതായത് തുടക്കഘട്ടത്തിൽ 500, 1000, 1500, 2000 പൗണ്ട്സ് വരെയുമുള്ള ബോംബുകൾ അമേരിക്ക നിർമ്മിച്ച് ഇസ്രായേലിന് നൽകുന്നുണ്ട്. ഈ ബോംബിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്തെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്ത് ഈ ബോംബ് വീണു എന്നുണ്ടെങ്കിൽ, അതായത് 500 പൗണ്ടുള്ള ഒരു ബോംബ് ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു കെട്ടിടത്തിനടുത്ത് വീണ് പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ 8.5 അടി ആഴത്തിൽ 20 അടി അകലത്തിൽ ഒരു വലിയ ഗർത്തം ഈ ഒരു 500 പൗണ്ട് ബോംബിനെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതേസമയം 2000 പൗണ്ട് ബോംബാണെങ്കിൽ അത് വീണ സ്ഥലത്ത് 21 മുതൽ 25 അടി ആഴത്തിൽ 30 മീറ്റർ വരെയുള്ള ഒരു വലിയ ഗർത്തമുണ്ടാക്കാൻ കഴിവുള്ള വളരെ മോശമായ സ്ഫോടനം ഈ ഒറ്റ ബോംബിനെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധിക്കും. വീണ്ടും മനസ്സിലാകുന്നത് പോലെ പറഞ്ഞാൽ, ഒരു 7 നില കെട്ടിടമുണ്ടെന്ന് കരുതുക. ആ 7 നില കെട്ടിടത്തിൽ 2000 പൗണ്ട് ബോംബ് ഇടുകയാണെങ്കിൽ ആ കെട്ടിടത്തെ തന്നെ കല്ലും മണ്ണുമാക്കി നശിപ്പിക്കാനുള്ള ശക്തി ആ ഒരു സ്ഫോടനത്തിൽ ഉണ്ടാകും. അതിലും ചെറിയ കെട്ടിടം അല്ലെങ്കിൽ പൊതുജനങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലത്ത് ഈ 500 പൗണ്ട് ബോംബ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ 3 നില കെട്ടിടമാണെങ്കിൽ അത് ഉണ്ടായിരുന്ന സ്ഥലം പോലും അറിയാൻ കഴിയാത്തത്ര വളരെ മോശമായ രീതിയിലുള്ള ഒരു ഫലം നൽകാൻ കഴിവുള്ള ഒരു ബോംബാണ് ഈ 500 പൗണ്ട് ബോംബ്. ഈ സ്ഫോടനം മൂലമുണ്ടാകുന്ന വൈബ്രേഷൻ എക്സ്പ്ലോഷൻ ഏരിയ എന്ന് പറയും. അത് മാത്രം തന്നെ 45 മുതൽ 90 മീറ്റർ വരെയും ഉണ്ടാകും. 100 മീറ്ററിൽ ആരെല്ലാമാണ് ഉള്ളത് അവരിൽ കൂടുതൽ ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും കൂടുതൽ USA ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കാരണം അഫ്ഗാനിസ്ഥാനിൽ ഒരുപാട് ജനങ്ങൾ മരിച്ചു. ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ 1,60,000 കൂടുതൽ ജനങ്ങളെ ഈ രീതിയിലുള്ള ഗൈഡഡ് ബോംബ്സ് കാറ്റഗറിയിലുള്ള ഈ 500 പൗണ്ട്സ് ബോംബുകൾ ഉപയോഗിച്ചാണ് കൂടുതലായും നശിപ്പിച്ചത്. പൊതുജനങ്ങൾക്ക് നേരെ ഉപയോഗിക്കുന്ന വളരെ മോശമായ ക്രൂരമായ ഒരു ആയുധമായി ചരിത്രത്തിൽ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ഈ ആയുധത്തിനുണ്ട്. ഈ ഒരു ആയുധമാണ് ഇത്രയും ദിവസം ഗാസയിൽ റാഫ ഓപ്പറേഷൻ സമയത്തെല്ലാം ഇസ്രായേൽ കൂടുതലായും ഉപയോഗിച്ചത്. എന്നാൽ ഇത് ഒരളവിൽ കൂടുതൽ ഉപയോഗിച്ചപ്പോൾ ആ സ്ഥലത്തെ ജനങ്ങളുടെ മരണനിരക്ക് കൂടി. അങ്ങനെ കൂടുതൽ നഷ്ടം ഗാസയ്ക്കുള്ളിൽ ഉണ്ടാക്കിയ ആ ഒരു കാരണം കൊണ്ട് അമേരിക്ക ഇത് ഞങ്ങൾ നൽകില്ല എന്ന് ഒരു സമയത്ത് പറഞ്ഞു. അങ്ങനെ ഈ ആയുധങ്ങൾ നൽകുന്നതിന് ഒരു തടസ്സം ഏർപ്പെടുത്തി. പക്ഷേ ഇപ്പോൾ അവർ എന്താണ് പറയുന്നതെന്നറിയാമോ? 2000 പൗണ്ട്സ് ബോംബിനാണ് കൂടുതൽ നശീകരണ സ്വഭാവമുള്ളത്, പൊതുജനങ്ങളെ നശിപ്പിക്കുന്നത്. 500 പൗണ്ട്സ് ബോംബുകളൊന്നും വലിയ ആപത്തൊന്നും വരുത്തില്ല. 2000 പൗണ്ട്സ് ബോംബുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് വളരെ ചെറിയൊരു സ്ഫോടനം മാത്രമേ സൃഷ്ടിക്കൂ. ഇത് ഹാർഡസ്റ്റ് കാറ്റഗറിയിൽ വരില്ല. ഉള്ളതിൽ കൂടുതൽ നഷ്ടം വരുത്തുന്ന ആ കാറ്റഗറിയിൽ നിന്നും ഈ ബോംബിനെ ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം ഇതിന് ഇസ്രായേലിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. 1800 കൂടുതൽ 500 പൗണ്ട്സ് ബോംബുകൾ ഇപ്പോൾ ഇസ്രായേലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അടുത്ത ചില ദിവസത്തിൽ ഇസ്രായേലിന് അത് ലഭിക്കുകയും ചെയ്യും. ഇന്നലെ ഇസ്രായേൽ ചില ക്യാമ്പുകളിൽ നടത്തിയ ആക്രമണത്തിൽ പോലും 25 ആളുകൾ മരിച്ചു. അതും ഇന്നലെ ഒറ്റ ദിവസത്തിൽ മരിച്ചവരാണ്. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആയുധങ്ങൾ നൽകുന്നതിലൂടെ അമേരിക്കയുടെ സപ്പോർട്ട് മുഴുവനും ഇസ്രായേലിന് നൽകുന്നതിന് തുല്യമാണ്. മെയ് മാസത്തിൽ ആയുധങ്ങൾ നൽകില്ല എന്ന് പറഞ്ഞു. ഇതിനുശേഷം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. മറ്റൊരു ഭാഗത്ത് ഹിസ്ബുള്ളയുടെ ആക്രമണം നോർത്തേൺ സൈഡിൽ കൂടിക്കൊണ്ടിരുന്നു.
ഇതിനിടയിൽ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ നെതന്യാഹു പറഞ്ഞത് അമേരിക്ക ഏകപക്ഷീയമായാണ് നിൽക്കുന്നത്, ഇസ്രായേലിന് സഹായം ചെയ്യരുത്, ഇസ്രായേലിന് ഒരിക്കലും ആയുധങ്ങൾ നൽകാൻ പാടില്ല എന്ന് ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നുവെന്ന് വളരെ തുറന്നു പറഞ്ഞു. ഇതിനുശേഷം ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയിലേക്ക് പോയതിനു ശേഷം അമേരിക്കയുമായി ചില ചർച്ചകൾ നടത്തി. അതിനുശേഷം ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നിന്നും ഒരു അറിയിപ്പ് പുറത്തു വന്നു. അമേരിക്കയിൽ നിന്ന് വരുന്ന സഹായം ഞങ്ങൾ ഹിഡൻ ഡോട്ട്സിന് പുറകിൽ പരോക്ഷമായി അത് ഞങ്ങൾ ശരിയാക്കാൻ ശ്രമിച്ചു, എന്നാൽ എന്ത് ചെയ്തിട്ട് കൂടിയും ഞങ്ങൾക്ക് അതിലൊരു തീരുമാനം ആയില്ല എന്നുള്ളപ്പോഴാണ് ഇങ്ങനെ തുറന്നു പറയേണ്ട ഒരവസ്ഥ വന്നത്. ഞങ്ങളെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിട്ടത് തന്നെ അമേരിക്കയാണെന്ന് പറഞ്ഞ് ഒരു വിശദീകരണം നൽകി. ഇവയെല്ലാം നടന്ന് അവസാനിച്ചതിനു ശേഷം ഇപ്പോ ഇസ്രായേലിന് നൽകില്ല എന്ന് അമേരിക്ക പറഞ്ഞ അതേ ആയുധങ്ങൾ തന്നെ എത്രയും പെട്ടെന്ന് ഇസ്രായേലിലേക്ക് വീണ്ടും വരാൻ പോവുകയാണ്. ഇവരെല്ലാവരും ചേർന്ന് ഗാസയ്ക്കുള്ളിൽ അടുത്ത ഘട്ട ആക്രമണത്തിന് തയ്യാറാവുകയാണ്. പ്രധാനമായും പൊതുജനങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണം എത്രയും പെട്ടെന്ന് അമേരിക്കൻ ആയുധങ്ങൾ കാരണം ആ സ്ഥലത്തുണ്ടാകാൻ പോവുകയാണ്. ഇന്നലെ 2 കമാൻഡോസിനെ കൊന്നുവെന്ന് ഹെസ്ബുള്ള പറഞ്ഞു. പകരം ഇസ്രായേൽ പറഞ്ഞത് ഇല്ല, നിങ്ങൾ സിവിലിയൻസിനെയാണ് കൊന്നത്, കാറിലുണ്ടായിരുന്ന 3 കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെയാണ് നിങ്ങൾ കൊന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിന് പ്രതികാരം വീട്ടാൻ വേണ്ടി ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റ്സ് ഇസ്രായേൽ ലബനൻ ബോർഡറിൽ നിന്നും 79 കിലോമീറ്റർ അകത്തേക്ക് പോയി ചാൻഡ എന്ന ഭാഗത്തുണ്ടായിരുന്ന ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കമാൻഡ് സെന്ററിനെ ആ ഒറ്റ എയർ സ്ട്രൈക്കിലൂടെ മുഴുവനായും നശിപ്പിച്ചു. കൂടാതെ സിറിയ ഭാഗങ്ങളിലും ഇസ്രായേലിന്റെ ആക്രമണം എന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഗോളാൻ ഹൈറ്റ്സ് ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണത്തിലൂടെ വീണ്ടും ആക്രമിച്ചതിൽ IDFന്റെ സൈനികൻ ഒരാൾക്ക് വളരെ മാരകമായി പരിക്ക് സംഭവിക്കുകയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇത് IDF ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. മറ്റൊരു ഭാഗത്ത് അമേരിക്കയുടെ ആയുധങ്ങൾ വീണ്ടും വരാൻ പോകുന്നു. ഇവയെല്ലാം ചേർന്ന് ഈ ഒരു യുദ്ധത്തെ മറ്റൊരു ഘട്ടത്തിലേക്ക് തള്ളിക്കൊണ്ടു പോവുകയാണ്. കാരണം ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്തോറും ലബനനിലെ ഹിസ്ബുള്ളയുടെ പക്കൽ നിന്നും വളരെ മാരകമായ ഒരു പ്രതികരണം ഉണ്ടാകും. കൂടാതെ അടുത്തിടെ ഹിസ്ബുള്ള ഒരു അറിയിപ്പ് കൊടുത്തു, ഞങ്ങൾ ഇസ്രായേലുമായി യുദ്ധം നടത്തണം, അല്ലെങ്കിൽ ഇസ്രായേലുമായി ഒരു യുദ്ധത്തിന് പോയേ പറ്റുകയുള്ളൂ എന്നൊരു ആഗ്രഹമേ ഇല്ല. ഞങ്ങളുടെ ആവശ്യം വളരെ സിമ്പിളാണ്. ഹമാസ് സീസ് ഫയർ പ്രപ്പോസ് ചെയ്ത് അത് ഇസ്രായേൽ അക്സെപ്റ്റ് ചെയ്ത് ഈ ആക്രമണങ്ങളെല്ലാം അവസാനിപ്പിച്ചാൽ ഞങ്ങളും ഇതെല്ലാം അവസാനിപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ തന്നെ പറയുക, ഇപ്പോൾ ഇസ്രായേലിന്റെയും ലബനന്റെയും ബോർഡറിനിടയിൽ എത്ര ദൂരത്തിൽ ഈ സൈനികർ നിൽക്കുന്നുവെന്നാണ് നിങ്ങൾ കരുതുന്നത്? മുൻപൊക്കെ 2 കിലോമീറ്റർ ആ ഒരു ഗ്യാപ്പ് വിട്ട് നിൽക്കും, എന്നാൽ ഇപ്പോൾ അത് മീറ്റർ കണക്കാണ്. 50 മീറ്റർ, 100 മീറ്റർ, ഇങ്ങനെ എത്രത്തോളം ഹിസ്ബുള്ളയെ കൊണ്ട് ഇസ്രായേലിന്റെ ബോർഡറിന് അടുത്തേക്ക് വരാൻ സാധിക്കുന്നുവോ അത്രത്തോളം അവർ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവയെല്ലാം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഗാസ ഒഫൻസീവ്, ഗാസയ്ക്കുള്ളിൽ നടത്തുന്ന ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങളും പിന്തിരിയാൻ തയ്യാറാണെന്ന് ഹെസ്ബുള്ള ഒരു അറിയിപ്പ് കൊടുത്തു. എന്നാൽ ഇപ്പോൾ ഇസ്രായേലിന്റെ പദ്ധതി എന്നത് മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്. ഒരു ഭാഗത്ത് തരില്ല എന്ന് പറയുന്ന ആയുധങ്ങൾ വീണ്ടും വരാൻ പോകുന്നു. മറ്റൊരു ഭാഗത്ത് പല അറബ് നാടുകളിൽ നിന്നും ഇസ്രായേലിന് പരോക്ഷമായി സഹായം ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹമാസിന് സപ്പോർട്ടായി അല്ലെങ്കിൽ ഹെസ്ബുള്ളയ്ക്ക് സപ്പോർട്ടായി ഏതൊക്കെ സ്ഥലങ്ങളിലാണോ പ്രതിഷേധം, സമരങ്ങൾ നടക്കുന്നത് അത് നടത്തുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്നുണ്ട് മധ്യകിഴക്കിലുള്ള അറബ് നാടുകളിൽ. ഇത് മറ്റെവിടെയെങ്കിലും നടന്നാൽ അതൊരു പ്രശ്നമല്ലായിരുന്നു, ചർച്ചാ വിഷയമാകില്ല. എന്നാൽ ഗാസയിലുള്ള ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന പേരിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, അത് മധ്യകിഴക്കിലെ നാടുകളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ അതിനെതിരെ ആ നാടിന്റെ ഗവൺമെന്റ് പ്രവർത്തിക്കുകയും ആ പ്രതിഷേധം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈജിപ്തിൽ ഇന്നലെ പാലസ്തീന് സപ്പോർട്ടായി നടന്ന പ്രതിഷേധത്തിലുണ്ടായിരുന്ന ഒരുപാട് വിദ്യാർത്ഥികളെ ഈജിപ്ത് വിട്ട് തന്നെ പുറത്താക്കി. ഇങ്ങനെ എല്ലാ നാടുകളും ഇൻഡയറക്റ്റായി ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എതിരെ തിരിയുകയാണ്. ഇത് ഇസ്രായേലിന് സപ്പോർട്ടായി മാറുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇറാൻ ഒരു അറിയിപ്പ് കൊടുത്തു, ഹിസ്ബുള്ളയുടെ ഏതവസ്ഥയിലും ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന്. എന്നാൽ ഇവയൊന്നും മധ്യകിഴക്കിലെ സമാധാനത്തിന് നല്ല കാര്യമേ അല്ല. വീഡിയോയ്ക്ക് അവസാനം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 500 പൗണ്ട്സ് 2000 പൗണ്ട്സ് ഉള്ള ഗൈഡഡ് ബോംബ്സ് ഇസ്രായേലിന് അമേരിക്ക നൽകാൻ പോകുന്നത് ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അടുത്ത ഇസ്രായേൽ വേഴ്സസ് ഹെസ്ബുള്ള യുദ്ധം എങ്ങനെയാണ് പോകാൻ പോകുന്നത്? നിങ്ങൾ എന്ത് കരുതുന്നു എന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.